സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേറ്റഡ് ലേണിംഗ്. അപ്പോൾ ഞാൻ അനിൽ ഡാംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ കുറച്ച് 1 on 2 റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, കോമ്പോസിഷൻ ഫംഗ്ഷൻ, ഇൻവെർട്ടിബിൾ ഫംഗ്ഷന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, എഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് ജി എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ്. ദെൻ ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ്. നമുക്ക് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ എന്താണ് ജി കോമ്പോസിഷൻ എഫ്, അത് എവിടെ മുതൽ എവിടെ വരെയാണ്, എഫ് കോമ്പോസിഷൻ ജി എന്താണ് എന്നൊക്കെ എങ്ങനെയാണ് കാണുന്നതൊക്കെ നോക്കിയല്ലേ. അപ്പൊ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എഫ് കോമ്പോസിഷൻ ജി അല്ലെ, എഫ് കോമ്പോസിഷൻ ജി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ബൈ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണല്ലേ, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആ. അപ്പൊ നമുക്കത് കാണാം. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ജി എക്സ് എന്താണ് ഇവിടെ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ് ആണ്. അപ്പൊ ഇതാണ് വേണ്ടത്. എഫ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സിനകത്ത് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ് റീപ്ലേസ് ചെയ്യണം. അപ്പൊ കോസ് എക്സ് ആണല്ലേ, കോസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ്. ദിസ് ഈസ് എഫ് കോമ്പോസിഷൻ ജി. ഇനി എന്താ കാണേണ്ടത്? ജി കോമ്പോസിഷൻ എഫ് അല്ലെ. ബൈ ഡെഫിനിഷൻ എന്താ ജി കോമ്പോസിഷൻ എഫ്? ജി ഓഫ് എഫ് എക്സ് ആണ് അല്ലെ, ജി ഓഫ് എഫ് എക്സ് ആണ്, ജി ഓഫ് എഫ് എക്സ് ആണ് എന്ന് വെച്ചാൽ ജി ഓഫ് എഫ് എക്സ് എന്താ? കോസ് എക്സ് അല്ലെ, ജി ഓഫ് കോസ് എക്സ്. അപ്പോ ജീനകത്ത് ഇതാണ് ജി, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സ്. ജീനകത്ത് എക്സിന്റെ പ്ലേസിൽ കോസ് എക്സ് കൊടുക്കണം അല്ലെ. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ കോസ് എക്സ്, ഇതാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് ഒക്കെ എല്ലാവരും നോക്കണം, കോമ്പോസിഷൻ ഫംഗ്ഷൻ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി നോക്കിയേ, അടുത്തതായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സെറ്റ് റിയൽ നമ്പർ മൈനസ് സെറ്റ് 3 ഇല്ല, ബാക്കി എല്ലാനും ഈ എഴുതുന്നുണ്ട് റിയൽ നമ്പർ. ബി എന്ന് പറഞ്ഞ റിയൽ നമ്പർ മൈനസ് സെറ്റ് 1 എന്ന് പറഞ്ഞ എലമെന്റ് ഈ ബിനകത്ത് ഇല്ല. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 അല്ലെ. എഫ് എക്സ് ഈസ് ഗിവൺ. ദെൻ ചെക്ക് വെദർ എഫ് ഈസ് 1 ആൻഡ് ഓൺ 2. 1 ഓൺ 2 നോക്കണം അല്ലെ. അപ്പൊ 1 ഓൺ 2 എങ്ങനെയാ നോക്കണേ? 1 ഓൺ 2 നോക്കാൻ ആദ്യം നമുക്ക് 1 നോക്കാം അല്ലെ. 1 നോക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് കൊടുത്തിട്ട് x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യണം. അതല്ലേ 1 മീനിങ് തന്നെ എന്താ? ഓരോ എലമെന്റിനും ഡിഫറെന്റ് ഇമേജസ് വരണം അല്ലെ. അപ്പൊ ഇമേജസ് സെയിം ആവാ മീൻസ് എലമെന്റും സെയിം ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് എക്സ് 1 എന്തായിരിക്കും? അപ്പോ x1 മൈനസ് 2 ഡിവൈഡഡ് ബൈ x1 മൈനസ് 3. അതുപോലെ എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ x2 മൈനസ് 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് 3. ഇനി ഇതിൽ നിന്നും x1 ഈക്വൽ ടു x2 പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ, സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ x1 മൈനസ് 2 ഇൻറ്റു ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ഇനി ഈക്വൽ ടു ഇതിവിടെ ഉണ്ട്, x2 മൈനസ് 2 ഇവിടെ ഉണ്ട്, x2 മൈനസ് 2 ഇൻറ്റു x1 മൈനസ് 3 അല്ലെ, x1 മൈനസ് 3. ബ്രാക്കറ്റ് അങ്ങ് തുറക്കണം. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് തുറക്കണം. x1 ഇൻറ്റു x2, x1 ഇൻറ്റു x2 മൈനസ് x1 ഇൻറ്റു 3, 3x1. ഇനി 2 വെച്ച് ചെയ്യണം. മൈനസ് 2x2 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 6 ആവും. ഇനി ഇവിടെയും ബ്രാക്കറ്റ് തുറക്കണം. x1 ഇൻറ്റു x2, x1 x2 മൈനസ് 3 ഇൻറ്റു x2, 3x2 മൈനസ് 2x1 പ്ലസ് 6. ഇനി ഈക്വൽസിന് അപ്പുറം വന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈക്വൽസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നും ഓരോ ടൈംസിൽ x1 ഒക്കെ ഇപ്പുറത്തുണ്ട്, x2 ഒക്കെ അപ്പുറത്തേക്ക് കിട്ടും. അപ്പൊ മൈനസ് 3x1 ഇവിടെ എത്രയുണ്ട്? മൈനസ് 2x1 ഇവിടെ വരുമ്പോ പ്ലസ് 2x1 ആവും. പിന്നെ മൈനസ് 3x2 ഉണ്ട്, ഈ മൈനസ് 2x2 ഇപ്പുറത്ത് വരുമ്പോ പ്ലസ് 2x2 ആവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നിന്ന് സം ചെയ്യുമ്പോൾ മൈനസ് 3 പ്ലസ് 2 മൈനസ് 1 minus x1 equal to minus x2. That implies x1 equal to x2. മൈനസ് കട്ടായി പോകും അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയത്? f of x1 equal to
എഫ് ഓഫ് എക്സ് ടു എന്ന് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് കൊടുത്തപ്പോ നമുക്ക് കിട്ടി എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടി. ഇങ്ങനെയാണ് 1 1 പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓൺ ടു നോക്കാം. ഓൺ ടു, അപ്പൊ നമുക്കിത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം എങ്ങനെയാ? ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ y എന്ന് പറഞ്ഞ് ഇതിന് കൊടുക്കുക. y ഈക്വൽ ടു എന്തായിരുന്നു? ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 അല്ലേ? എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഇനി ഇതിൽ നിന്ന് എന്ത് ഫൈൻഡ് ചെയ്യണം നമ്മള്? ഇതിൽ നിന്നും എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തത് എക്സിന്റെ വാല്യൂ, എക്സ് എന്താന്ന് നോക്കണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ y ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു എക്സ് മൈനസ് 2. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് തുറക്കുമ്പോൾ x5 മൈനസ് 3y മൈനസ് എക്സ്, എക്സിന് പ്രത്യേകം കൊണ്ടുവന്നു, 2 ഇവിടെ തന്നെ നിന്നു. ഇനി എക്സ് ഉള്ള ടേംസ് കമ്പൈൻ ചെയ്തു. അപ്പോൾ എക്സ് ഇൻറ്റു വൈ മൈനസ് 1. കണ്ടോ? എക്സ് വൈ, എക്സ് 2 ടേമിൽ ഉണ്ടായിരുന്നു, ഈ ടേമിലും ഉണ്ടായിരുന്നു, ഈ ടേമിലും ഉണ്ടായിരുന്നു. അത് നമ്മൾ എടുത്ത് കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തപ്പോൾ ഇവിടെ y എന്നും ഇവിടെ മൈനസ് y എന്നും കിട്ടി. ഈ 3y ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 3y ആവും. ഇനി എക്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എക്സ് മാത്രം ഇവിടെ നിർത്തുന്നു, ബാക്കിയുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇൻറ്റു ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി, എക്സിന്റെ വാല്യൂ കിട്ടി. ഓൺ ടു പ്രൂവ് ചെയ്യാൻ എന്താ നോക്കേണ്ടത്? അപ്പൊ എക്സിന്റെ വാല്യൂ 3y മൈനസ് 2 y മൈനസ് 1 ആണ് അല്ലെ? നമുക്ക് ഇവിടെ y എന്ന് പറയണ v എന്ന് പറഞ്ഞ സെറ്റിൽ 1 ഇല്ല, അപ്പൊ ഡിനോമിനേറ്റർ 0 ആകും എന്നുള്ളൊരു കണ്ടീഷൻ ഇവിടെ നമുക്ക് വരുന്നില്ലല്ലോ. ഓക്കെ, y മൈനസ് 1 y 1 ആകുകയാണെങ്കിൽ ഡിനോമിനേറ്റർ 0, അപ്പൊ ആ ഒരു കേസ് അക്സെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഏതൊരു വാല്യൂ എടുത്താലും y വാല്യൂ y ആണ് ഫംഗ്ഷൻ ഓൺ ടു ആകുക. മീൻസ് ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്, y വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം? പ്രീ ഇമേജ് വേണം അല്ലെ? അപ്പൊ ഇതനുസരിച്ച് നമ്മുടെ ആദ്യത്തെ സെറ്റ് എന്താ? എ ഫ്രം റിയൽ നമ്പേഴ്സ് ആണ് അല്ലെ? റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഒരു y എലിമെന്റ്, y എടുത്ത റിയൽ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറം പ്രീ ഇമേജ് ഉണ്ടാവും അല്ലെ? റിയൽ നമ്പർ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ഓൺ ടു ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ഈസ് ഓൺ ടു എന്ന് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോ കൺസിഡർ ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് n ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ആസ് r is equal to ab, ordered pair ab is a factor of 6. Determine whether the relation is reflexive, symmetric and transitive. നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 6ന്റെ ഫാക്ടർ അല്ലേ? b is a factor of 6 അല്ലേ? അപ്പൊ നമുക്ക് 6ന്റെ ഫാക്ടേഴ്സ് നോക്കാം അല്ലെ? 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ? 6ന്റെ ഫാക്ടേഴ്സ്, ഫാക്ടേഴ്സ് ഓഫ് 6 ആർ, ഫാക്ടേഴ്സ് ഓഫ് 6 ഏതൊക്കെയാ? 1 വരും, 2 വരും, 3 വരും, 6 വരും അല്ലെ? ഇത്രയുണ്ട് ഫാക്ടേഴ്സ് ഓഫ് 6 എന്ന് പറയുന്നത്, ഇത്രയുണ്ട്. ഇനി അപ്പൊ റിലേഷൻ എഴുതി നോക്കാം നമുക്ക്. റിലേഷനിൽ എന്തൊക്കെയാ വരേണ്ടത്? ഓർഡേർഡ് പെയർ AB such that AB is a factor of 6. A into B എന്താവണം? ഫാക്ടർ ഓഫ് 6 ആവണം അല്ലെ? അപ്പൊ നമുക്ക് 1 വെച്ചിട്ടുള്ളത് നോക്കാം. 1 വെച്ചിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ 1 2 അല്ലെ? 1 into 2 ഫാക്ടർ ഓഫ് 6 ആണ്. ഓക്കെ, 6 അല്ലേ? ഇനി അടുത്തത് 1 വെച്ചിട്ടുള്ളത് 1 and 3. 1 into 3 ഫാക്ടർ ഓഫ് 6 അല്ലേ? 1 into 3 3 ഫാക്ടർ ഓഫ് 6 ആ. ഇനി ഏത് വരും? 1 വെച്ചിട്ട് 1 and 6. 1 into 6 6 ഫാക്ടർ ഓഫ് 6 ആണ് അല്ലെ? ഇതിലുണ്ട്, 4 ഇനി 2 വെച്ചിട്ടുള്ളത് നോക്കാം. 2 വെച്ചിട്ട് ഏതൊക്കെയാ വരാ? 2 into 3 അല്ലെ? 2 into 3 6 ഫാക്ടർ ഓഫ് 6 ആണ്. അതുപോലെ എന്ത് വരും? 2 into 1 2 ഫാക്ടർ ഓഫ് 6 ആണ് അല്ലെ? അപ്പൊ ഇനി 3 വെച്ചിട്ടുള്ളത് നോക്കാം. 3 വെച്ചിട്ട് 3 and 1 3 into 1 3 ഫാക്ടർ ഓഫ് 6 ആണ്. അതുപോലെ 3 into 2 6 ഫാക്ടർ ഓഫ് 6 ആണ്. ഇനി 6 വെച്ചിട്ടല്ലേ വരാം? 6 into 1 അല്ലെ? 6 into 1 6 ഫാക്ടർ ഓഫ് 6 ആണ്. അപ്പൊ ഇത്രയാണ് റിലേഷനിൽ ഉള്ള എലമെന്റ്സ് അല്ലെ? അപ്പൊ നമ്മൾ എല്ലാ എലമെന്റ്സും എഴുതിയിട്ടുണ്ട്. ഇനി ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുമല്ലോ. ഇതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. ഇതിൽ 1 1 2 2 3 3 6 ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ല അല്ലെ?
അപ്പൊ അതിന്റെ കണ്ടീഷൻ എങ്ങനെ എഴുതും? റിഫ്ലെക്സീവ് അല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? റിഫ്ലെക്സീവ് അല്ല എന്ന് എങ്ങനെ എഴുതാം? ഫോർ എവരി എ നോട്ട് എലമെന്റ് ഓഫ് ആർ, ഫോർ എവരി എലമെന്റ് ഓഫ് എ അല്ലേ? അപ്പൊ ഇത് ആർ എന്തല്ല? ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ റിഫ്ലെക്സീവ് അല്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ആറ് സിമെട്രിക് ആണോ നോക്കാം അല്ലെ? സിമെട്രിക് ആണോ? 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്, 1 6 ഉണ്ട്, 6 1 ഉണ്ട് അല്ലേ? സിമെട്രിക് അല്ലേ? 2 3 ഉണ്ട്, 3 2 ഉണ്ട്. അപ്പൊ എന്താ ഇതെന്താ? ആർ ഈസ് സിമെട്രിക്. സിമെട്രിക് ആണ്. അപ്പോ എ ബി എലമെന്റ് ഓഫ് ആർ, ബി എ എലമെന്റ് ഓഫ് ആർ, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. അപ്പോ 1 2 ഉണ്ട് അല്ലേ? 2 3 ഉണ്ട്, 1 3 ഉണ്ടല്ലോ. ട്രാൻസിറ്റീവ് അല്ലേ? പിന്നെ ഏതാ? ഏതെങ്കിലും വരുമോ? അപ്പൊ ട്രാൻസിറ്റീവ് 1 2 ഉണ്ട്, 2 3 ഉണ്ട്, പിന്നെ എന്തുണ്ട്? അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് 1 3 ഉണ്ട്. അപ്പൊ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം അല്ലെ? അപ്പൊ ആർ ഈസ് ട്രാൻസിറ്റീവ്. വൺ ത്രീ ഏതൊക്കെയാ എലിമെന്റ്സ് നോക്കിയേ? 1 2 2 3 അല്ലേ? 1 2 element of R, 2 3 element of R implies എന്തുണ്ട്? 1 3 element of R. So R is transitive. Okay. അപ്പൊ ഇത് R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് മാത്രമായിട്ടുള്ള ഒരു റിലേഷൻ ആണ്. നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Consider f from R to R given by fx equal to 5x plus 2. Show that f is 1 to 1. Then f is f invertible. Justify your answer. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എങ്ങനെയാ അത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? 1 1 ആണെന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യേണ്ടത്? 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം fx1 equal to fx2 എന്ന് കൊടുത്ത് x1 equal to x2 പ്രൂവ് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ f of x1 equal to f of x2 implies x1 equal to x2 നോക്കണം. അപ്പോൾ f of x1 എന്ന് പറയുന്നത് 5x1 plus 2. f of x2 എന്ന് പറഞ്ഞാൽ 5x2 plus 2 ഈക്വൽസ് കട്ടായി പോകും അല്ലേ? 2 2 കട്ടായിട്ട് 5x1 equal to 5x2, 5 5 കട്ടായിട്ട് അടുത്ത സ്റ്റെപ്പിൽ x1 equal to x2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് f is implies f is 1 1 1 1 കിട്ടി. ഇനി അടുത്ത കേസ് 1 1 ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ? ഈസ് എഫ് ഇൻവെർട്ടിബിൾ. ഇൻവെർട്ടിബിൾ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇൻവെർട്ടിബിൾ ആയിരിക്കും എന്ന് പറയാം. നേരെ റിവേഴ്സും ശരിയാണ് അല്ലെ? ഇൻവെർട്ടിബിൾ ആണെങ്കിൽ 1 1 ഓൺ 2 ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ 1 1 കിട്ടി. ഇനി എന്തുകൂടി പ്രൂവ് ചെയ്താൽ മതി? ഓൺ 2 ആണെന്നല്ലേ? ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓൺ 2 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ലെറ്റ് y ഈക്വൽ ടു ഈ ആറിന്റെ അകത്ത് നിന്ന് ഒരു y എടുക്കുകയാണ്. y എലമെന്റ് ഓഫ് ആർ, ലെറ്റ് y എലമെന്റ് ഓഫ് ആർ ആൻഡ് fx ഈക്വൽ ടു y. fx ഈക്വൽ ടു y എന്ന് കൊടുത്ത് അതിൽ നിന്നും നമുക്ക് x ഫൈൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ fx ഈക്വൽ ടു y. അപ്പൊ നമ്മുടെ y ഈക്വൽ ടു 5x plus 2. ഇതിൽ നിന്നും x ഫൈൻഡ് ചെയ്യണം. അപ്പോ 2 ആദ്യം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ y minus 2 5x, then x equal to y minus 2 divided by 5. അപ്പൊ നമുക്കിത് എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണല്ലോ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വാല്യൂ y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ x ഉണ്ട്, ഇത് y ഉണ്ട്. രണ്ടും ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു y റിയൽ നമ്പർ ആണ്. അത് കറസ്പോണ്ടിങ് ആയിട്ട് x വരുന്നത് y minus 2 by 5 ആണ്. അപ്പൊ ഏതൊരു റിയൽ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാലും y minus 2 by 5 എന്നുള്ള മറ്റൊരു റിയൽ നമ്പർ നമുക്ക് കിട്ടില്ലേ പ്രീ ഇമേജ് ആയിട്ട്. സോ എഫ് ഈസ് എന്താ? ഓൺ ടു. എഫ് ഈസ്
on2. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ 1 പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, fx1 = fx2 എന്നിട്ട് x1 = x2. on2 പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, fx = y എന്ന് കൊടുത്തിട്ട് അതിൽ നിന്നും ആ ഫംഗ്ഷനിൽ നിന്നും x ഫൈൻഡ് ചെയ്യുക. ആ x എന്നുള്ളത് എല്ലാ വൈകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുമോ എന്ന് നോക്കണം അല്ലേ. ഓക്കെ, ഇങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, fx gx തന്നിട്ടുണ്ട്. ഫൈൻഡ് g of fx and f of gx. നോക്കാം. ഓക്കെ, അപ്പോ fx എന്ന് പറയുന്നത് ഇവിടെ എന്താ, fx = 8x³ and gx = x⁻⁴. ഇനി g of fx കാണണം. g of fx എന്ന് പറഞ്ഞാൽ g of fx എന്താ, 8x³ ആ. അപ്പോ g എന്നുള്ള ഫംഗ്ഷനില് x-ന്റെ പ്ലേസിൽ 8x³ കൊടുക്കണം. 8x³ (1/3). അപ്പൊ ഓൾറെഡി 8 എന്ന് പറഞ്ഞാൽ 2³ ആണ് അല്ലേ. 2x³ എന്ന് എഴുതാം. അപ്പൊ ഇതിന് ഇൻറ്റു 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. അപ്പൊ നമുക്ക് കിട്ടി g of fx കിട്ടി അല്ലേ. ഇനി f of gx ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. f of gx എന്ന് പറഞ്ഞാൽ f of gx എന്താ, x⁻⁴ ഈക്വൽ ടു f of x⁻⁴ എന്ന് പറഞ്ഞാൽ എഫിനകത്ത് ആ എക്സിന്റെ പ്ലേസിൽ 1/3 കൊടുക്കണം. അപ്പൊ എന്താ കിട്ടുക, 8x എന്ന് കിട്ടും. 8x എന്ന് കിട്ടും. ഓക്കെ, 8x ഉണ്ടല്ലോ. ഇത് കുറെ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. അപ്പോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓരോ എക്സാമിനോടനുബന്ധിച്ചും നമുക്ക് ഓരോരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് നോക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ചാപ്റ്റർ നോക്കാം. ഓക്കെ, താങ്ക് യു.